ദ്രാവിഡ രാഷ്ട്രീയത്തിന് എന്നും വെള്ളിത്തിരയിലെ രംഗങ്ങളെക്കാൾ നാടകീയതയും സിനിമാറ്റിക് സവിശേഷതകളുമുണ്ട്. സിനിമയെന്ന പോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ അറസ്റ്റുകളും അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തിയേട്രിക്സുകളും തമിഴകത്ത് പുതിയ സംഭവമല്ല. ചലച്ചിത്ര താരം തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ DMK നേതാവും പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും തുടർന്ന് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത രീതിയും ഈ വിഷയത്തെ വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചയാക്കി. ഉദയനിധിയെ കസ്റ്റഡിയിലെടുക്കാനായി DMK പ്രവർത്തകരെ അടിച്ചോടിച്ച് പോലീസ് കാണിച്ച മാസ് ആക്ഷൻ സിനിമാ സ്റ്റൈൽ തന്ത്രങ്ങൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ മുൻപും അരങ്ങേറിയിട്ടുള്ള അത്തരം നാടകീയ രംഗങ്ങളുടെ തുടർച്ച മാത്രമാണ്. അറസ്റ്റ് ചെയ്ത ഉദയനിധിയെ ചോദ്യം ചെയ്ത് പോലീസ് മണിക്കൂറുകൾക്കകം വിട്ടയക്കുകയും ചെയ്തു. സ്ത്രീകളുടെ താൽപര്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശം മാത്രമേ സർക്കാരിനുള്ളൂ എന്നും അതൊന്നും പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുകയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും വിജയ് സർക്കാർ വ്യക്തമായി തങ്ങളുടെ നിലപാട് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തളർന്നു കിടന്നിരുന്ന DMKയെ സംബന്ധിച്ചൊരു ഉണർവാകും ഈ വിഷയമെന്ന കണക്കുകൂട്ടലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് DMK സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം ഉദയനിധി സ്റ്റാലിൻ വിവാദ പരാമർശം നടത്തിയത്. വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ ഉദയനിധിയെ തള്ളി രംഗത്തെത്തിയതോടെ DMK കുറെയൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇനി അല്പം ചരിത്രത്തിലേക്ക് വന്നാൽ, ഉദയനിധിയുടെ മുത്തച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ M കരുണാനിധിയെ പണ്ട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ഭരണകാലത്ത് പോലീസ് വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പലരുടെയും മനസ്സിലേക്ക് വന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പ്രമുഖ നേതാക്കളുടെ അറസ്റ്റുകൾ കേവലം നിയമനിർവഹണ നടപടികൾ എന്നതിലുപരി വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്കാണ് എപ്പോഴും വഴി തെളിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഭരണമാറ്റങ്ങൾക്കൊപ്പം ആവർത്തിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രതികാര നടപടികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളും ഇതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. M കരുണാനിധി, ജയലളിത, മുൻ കേന്ദ്രമന്ത്രിമാരായ മുരശൊലിമാരൻ, P ചിദംബരം തുടങ്ങിയ പ്രമുഖരുടെ അറസ്റ്റുകൾ വീണ്ടും ചർച്ചയാകുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാടകീയവും വിവാദപരവുമായ സംഭവങ്ങളിലൊന്നാണ് 2001 ജൂൺ 30 പുലർച്ചെ നടന്ന M കരുണാനിധിയുടെയും മുരശൊലിമാരന്റെയും അർദ്ധരാത്രിയിലെ അറസ്റ്റ്. 2001 മെയ്യിൽ നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIDMK വിജയിക്കുകയും ജയലളിത മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തതോടെ ഈ സംഭവങ്ങൾക്ക് തുടക്കമായത്. കരുണാനിധിയുടെ മുൻ ഭരണകാലത്ത് ചെന്നൈ നഗരത്തിൽ 10 മിനി ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചതിൽ വൻ ക്രമക്കേട് നടന്നുവെന്നും സംസ്ഥാന ഖജനാവിന് 12 കോടിയുടെ നഷ്ടം വരുത്തിവെച്ചു എന്നതുമായിരുന്നു ആരോപണം. പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം യാതൊരു പ്രാഥമിക അന്വേഷണവുമില്ലാതെ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ജൂൺ 30 പുലർച്ചെ 1:30 CBCID DIG മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം മൈലാപ്പൂരിലെ വസതിയിൽ അതിക്രമിച്ചു കയറി. പുറത്തുനിന്നുള്ള ആശയവിനിമയം തടയാൻ വീടുകളിലെ ടെലിഫോൺ ലൈനുകളിൽ പോലീസ് വിച്ഛേദിച്ചിരുന്നു. 77 വയസ്സുള്ള കരുണാനിധി കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പോലീസ് വാതിൽ ബലമായി തുറന്ന് അകത്തുകയറി വസ്ത്രം മാറാൻ ആവശ്യപ്പെട്ടത്. താഴേക്ക് കൊണ്ടുവരുന്നതിനിടെ പോലീസുകാർ അദ്ദേഹത്തെ തള്ളിയിടുകയും ബലമായി വലിച്ചിഴയ്ക്കുകയും ചെയ്തു. ശരിയായ വസ്ത്രം ധരിക്കാൻ പോലും അനുവദിക്കാതെ പെരുമാറിയ പോലീസിനോട് കരുണാനിധി പ്രതിഷേധിക്കുകയും കൊല്ലാൻ കൊണ്ടുപോകുന്നേയെന്ന് ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. ഒരു ചാക്കുപോലെ വലിച്ചെറിഞ്ഞാണ് മാരനെ പോലീസ് വാഹനത്തിൽ കയറ്റിയത്. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട അദ്ദേഹത്തെ ഉടനെ തന്നെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്തെത്തിയ മറ്റൊരു കേന്ദ്രമന്ത്രി DR ബാലുവിനെയും പോലീസ് കയ്യേറ്റം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കരുണാനിധിയുടെ അറസ്റ്റിലേക്ക് വഴിതെളിച്ച വൈരാഗ്യ രാഷ്ട്രീയത്തിന് തുടക്കമിട്ടത് 1996 ഡിസംബറിലെ ജയലളിതയുടെ അറസ്റ്റായിരുന്നു. 1991-96 കാലഘട്ടത്തിൽ പഞ്ചായത്തുകളിലേക്ക് കളർ ടെലിവിഷൻ സെറ്റുകൾ വാങ്ങിയതിൽ 10 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നാരോപിച്ച് DMK സർക്കാർ ജയലളിതയ്ക്കെതിരെ കേസെടുത്തു. ഇതോടൊപ്പം 66.65 കോടി രൂപയുടെ അവിഹിത സ്വത്ത് സമ്പാദന കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1996 ഡിസംബർ 7 മുൻകൂർ ജാമ്യം തള്ളിയതോടെ ചെന്നൈ പോയ്സ് ഗാർഡനുള്ള വസതിക്ക് ചുറ്റും തടിച്ചുകൂടിയ 2500ഓളം പ്രവർത്തകരുടെ പ്രതിഷേധം മറികടന്ന് പോലീസ് ജയലളിതയെയും VK ശശികലയെയും അറസ്റ്റ് ചെയ്തു. ചെന്നൈ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട അവർ 1997 ജനുവരി 3 ജാമ്യം ലഭിച്ചത്. ഈ കേസിൽ 2000 മെയ് 30 പ്രത്യേക കോടതി ജയലളിതയെയും ശശികലയെയും കുറ്റവിമുക്തരാക്കി. ഇവയ്ക്ക് സമാനമായി ദേശീയ തലത്തിൽ വൻ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു 2019 ഓഗസ്റ്റ് 21 മുൻ കേന്ദ്രമന്ത്രി P ചിദംബരത്തിന്റെ അറസ്റ്റ്. INX മീഡിയ കമ്പനിക്ക് വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിന്റെ അനുമതി നൽകിയതിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് CBIയും EDയും കേസെടുത്തത്. ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ
AICC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട ശേഷം ജോർബാഗിലെ വസതിയിലെത്തിയ ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാൻ CBI ഉദ്യോഗസ്ഥർ വീടിന്റെ മതിൽ ചാടിക്കടന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി. 2002 MDMK നേതാവായ വൈക്കോയെ LTTE പരസ്യമായി പിന്തുണച്ച് പ്രസംഗിച്ചതിന്റെ പേരിൽ ജയലളിത സർക്കാർ തീവ്രവാദ വിരുദ്ധ നിയമമായ പോട്ട ചുമത്തി അറസ്റ്റ് ചെയ്തു. ഏകദേശം 19 മാസത്തോളമാണ് വൈക്കോ ജയിലിൽ കിടന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പകപോക്കലിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു ഈ സംഭവം. ഉദയനിധിയുടെയും അച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലതവണ അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. 2001 കരുണാനിധിയുടെ അറസ്റ്റിന് പിന്നാലെ സ്റ്റാലിൻ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. കൂടാതെ AIDMK ഭരണകാലത്ത് ജനകീയ സമരങ്ങൾ നയിച്ചതിന്റെ പേരിലും നിയമസഭയ്ക്കുള്ളിലെ പ്രതിഷേധങ്ങളുടെ പേരിലും സ്റ്റാലിനെ പോലീസ് നാടകീയമായി പലതവണ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുതിയ തലമുറയിലെ പ്രധാന നേതാവും DMK പ്രമുഖനുമായ ഉദയനിധി സ്റ്റാലിനും ഇത്തരം രാഷ്ട്രീയ അറസ്റ്റ് നാടകങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. മുൻപ് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും പിന്നീട് വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചപ്പോഴും ഉദയനിധി സ്റ്റാലിനെ പോലീസ് മുൻകരുതലായി തടഞ്ഞുവെക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ എതിരാളികൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ മൂർച്ഛിക്കുമ്പോൾ പോലീസിൽ പരാതി നൽകുന്നതും അറസ്റ്റ് ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും പതിവാണ്. അതിന്റെ ബാക്കി പത്രമാണിപ്പോൾ കാണുന്നതും. ഇനി ഈ വിഷയം ഇപ്പോൾ തന്നെ കുഴിയിൽ വീണ് കിടക്കുന്ന DMK എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും തമിഴ് രാഷ്ട്രീയത്തിന്റെ വരും ദിനങ്ങൾ.